ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ബാംഗ്ലൂർ RRC ധ്യാന കേന്ദ്രത്തിൽ നിന്ന് എല്ലാവർക്കും പ്രത്യേകമായിട്ട് പ്രാർത്ഥന മംഗളങ്ങൾ. പ്രിയമുള്ളവരെ, ഞാൻ ഈ വീഡിയോയിൽ വരുന്നതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം നിങ്ങൾക്ക് മുമ്പിൽ ഒരു പുതിയ ആപ്പിനെ പരിചയപ്പെടുത്താനാണ്. 24 hours ബൈബിൾ വായിക്കാനും ബൈബിൾ കേൾക്കാനും പറ്റിയ ഒരു ആപ്പാണ് ബൈബിൾ ഓൺ. ഒരുപക്ഷെ നിങ്ങൾ ചിലരെങ്കിലും ഇത് ഉപയോഗിക്കുന്നുണ്ടാവും. ഒരുപടി പ്രത്യേകതകളുള്ള ഒരു ആപ്പാണിത്. ഏകദേശം ഒരു 45 പരം ലാംഗ്വേജ് ഓൾറെഡി ഉണ്ട്. ഇതിൽ ഏത് ലാംഗ്വേജ് വേണമെങ്കിലും നമുക്ക് വായിക്കുകയും കേൾക്കുകയും ചെയ്യാമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മുടെ ധ്യാനകേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ധ്യാനകേന്ദ്രത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഈ 5 ഭാഷകളിലും ഇതുണ്ടെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു ഭാഗ്യം. അപ്പോൾ 24 മണിക്കൂറും ബൈബിള് വായിക്കാനും കേൾക്കാനും പറ്റിയ രീതിയിലാണ്. ഇതിന് ഒരുപടി പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുകയാണ്. അതിനു മുമ്പ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് വളരെ ഈസിയാണിത് ഡൗൺലോഡ് ചെയ്യാൻ. ആൻഡ്രോയിഡിൽ നിന്നും അതുപോലെ തന്നെ ആപ്പിൾ ഫോണിലൊക്കെ ഡൗൺലോഡ് ചെയ്യാനുള്ള വേർഷൻസ് അവൈലബിൾ ആണ്. ഒരു 44 സംതിങ് അത്ര MB ഉള്ളൂ ഡൗൺലോഡ് ചെയ്യാൻ. വളരെ ഈസിയാണ്. ഇത് ഫ്രീ ആയിട്ടുള്ള ഒരു ആപ്പാണ്. ഇതിനെ ഉപയോഗപ്പെടുത്തണമെന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുകയാണ്. ഞാനിത് കണ്ടപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് അത് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതിയാണ്. നമുക്ക് ഈ ആപ്പിൻ്റെ പ്രത്യേകതകളിലേക്കൊന്ന് പോകാം. ഒന്നാമതായിട്ട് നിങ്ങൾ പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ ആപ്പിളിൻ്റെ സ്റ്റോറിലോ പോയി നിങ്ങൾ ബൈബിൾ ഓൺ, അതൊരു ഒറ്റവാക്കാണ്, അത് നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്യുക. അത് ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയുള്ളൊരു ഐക്കണാണ് വരിക. ആ ഐക്കൺ നമ്മൾ തുറന്നു കഴിയുമ്പോൾ ഞാൻ ഓൾറെഡി ഇതിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതുകൊണ്ട് ആദ്യം അതിൻ്റെ ബുക്കുകളാണ് കടന്നു വരിക. ഇതിന് വലിയൊരു പ്രത്യേകതയുണ്ട്. നമ്മളിതിൻ്റെ മുകളിലത്തെ ഐക്കണിൽ തൊടുകയാണെങ്കിൽ ലാംഗ്വേജസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ആ ഓപ്ഷൻ നമുക്ക് തുറന്നു കിട്ടിക്കഴിഞ്ഞാൽ ഇതിലുള്ള എല്ലാ ലാംഗ്വേജുകളെയും നമുക്ക് കിട്ടും. ഉണ്ട്, ഒരുപടി ലാംഗ്വേജുകളുണ്ട്. നമ്മുടെ മലയാളം നിൽക്കുന്നു, പിന്നെ അതുപോലെ തന്നെ കൊങ്കിണിയുണ്ട്, കന്നഡയുണ്ട്, തമിഴുണ്ട്, ഹിന്ദിയുണ്ട്. ഇനി ജർമ്മനൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് ഇത് ജർമ്മൻ ലാംഗ്വേജ് ഉണ്ട്. ഇംഗ്ലീഷ് തന്നെ 3 വേർഷനിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ള ഒരു ലാംഗ്വേജിനെ നിങ്ങളുടെ പ്രൈമറി ലാംഗ്വേജ്, ഒന്നാമത്തെ ലാംഗ്വേജായിട്ട് സെലക്ട് ചെയ്യാം. ഞാനിത് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുക ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിന് തന്നെ NRSV ആണ് ഞാനിവിടെ ചെയ്തിരിക്കുക. നമുക്കത് നോക്കാം. NRSV അത് ഓൾറെഡി ചെയ്തു. ഇനി ആ ലാംഗ്വേജിൻ്റെ തൊട്ട് താഴെ സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആപ്പ് അപ്പിയറൻസ് വരുന്നുണ്ട്, നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ സെക്കൻഡറി ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കണ്ട എല്ലാ ലാംഗ്വേജുകളും അവിടെ വരും. ഇതിലേത് ലാംഗ്വേജിന് വേണമെങ്കിലും നമുക്ക് സെക്കൻഡറി ലാംഗ്വേജായിട്ട് സെലക്ട് ചെയ്യാം. ഞാനിവിടെ മലയാളം സെക്കൻഡറി ലാംഗ്വേജായിട്ട് സെലക്ട് ചെയ്തു. കൺഫർമേഷൻ ചോദിക്കുകയാണ്, അത് കൺഫർമേഷൻ കൊടുത്തു. അപ്പോൾ മലയാളം സെക്കൻഡ് ലാംഗ്വേജ് എടുത്തു. നമുക്ക് തിരിച്ചു പോകാം. ഇനി ഇതിൻ്റെ പ്രത്യേകതകൾ എടുക്കുക. ഈ 2 ലാംഗ്വേജ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ബുക്കുകളിലെ സെക്ഷൻ എടുത്തപ്പോൾ ജനസിസിൻ്റെ എൻ്റെ 1ാമത്തെ ചാപ്റ്റർ എടുത്തു. 1ാമത്തെ ചാപ്റ്റർ എടുത്തപ്പോൾ അത് വന്നിരിക്കുകയാണ് ഇൻ ദ ബിഗിനിങ് വെൻ ഗോഡ് ക്രിയേറ്റഡ്. ആ വാചകം വന്നിരിക്കുകയാണ്. ഇനി അതെനിക്ക് അതേപടി പ്ലേ ചെയ്യാം. ഞാൻ പ്ലേ ഓപ്ഷൻ കൊടുക്കുകയാണ്. നമുക്ക് കേട്ട് നോക്കാം. Genesis chapter 1. വളരെ ഭംഗിയായിട്ട് കേൾക്കുന്നത്. When God created the heavens and the earth was a formless void and darkness. ഓക്കെ, ഞാനത് പോസ്റ്റ് ചെയ്യുകയാണ്. നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഇനി ഇതിനെ തന്നെ മുകളിൽ ഇവിടെ ഒരു സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിൽക്കുന്നുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാണ്. അതിനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2 ലാംഗ്വേജ് വന്നിരിക്കുന്നത്. ഞാൻ പ്രൈമറി ലാംഗ്വേജ് ഇട്ട് ഇംഗ്ലീഷും അതിനിടയിൽ സെക്കൻഡറി ലാംഗ്വേജ് ഇട്ട മലയാളം. ഞാനത് ഒന്നുകൂടെ പ്ലേ ചെയ്യുകയാണ്. ഇംഗ്ലീഷാണ് വരിക. ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ജെനസിസ് എന്നുള്ളതിന് തൊട്ട് താഴെ ഈ സെറ്റിങ്സിലേക്ക് പോകുമ്പോൾ ഇവിടെ ഫസ്റ്റ് ലാംഗ്വേജ് ഉണ്ട്, സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ട്. നമുക്ക് ഏത് രീതിയിൽ വേണ്ടി എടുക്കാവുന്ന രീതിയിലാണ്. ഇനി ഇവിടെ ഈ ഓഡിയോയിലേക്ക് പോകുമ്പോൾ ഇവിടെ ഒരു സെറ്റിങ്സ് ഉണ്ട്. ആ സെറ്റിങ്സ് ഞെക്കി കഴിയുമ്പോൾ ഇത് 1, 2 എന്ന് കാണാം. 2ലേക്ക് ഞെക്കുകയാണെങ്കിൽ സെക്കൻഡറി ലാംഗ്വേജിലേക്ക് പോകണം. മലയാളം കേൾക്കുകയാണ്. ഇവിടെ നമുക്ക് ഏത് ലാംഗ്വേജോ അല്ലെങ്കിൽ 2 ലാംഗ്വേജ്, ഒരു ലാംഗ്വേജിൽ വായിക്കുകയും ഒരു ലാംഗ്വേജ് നമുക്ക് കേൾക്കുകയും ചെയ്യാം.
അത് മാത്രമല്ല, ഇനിയിപ്പോൾ നിങ്ങളൊരു ലാംഗ്വേജ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും, ഉദാഹരണമായിട്ട് ഇപ്പോൾ ഇംഗ്ലീഷ് വയ്ക്കുന്നു, ജർമ്മൻ വയ്ക്കുന്നു, നിങ്ങൾ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ തന്നെ ജർമ്മനി വേണമെങ്കിൽ കേൾക്കാം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ കേൾക്കുമ്പോൾ തന്നെ ജർമ്മനി വായിക്കാം. പല ഓപ്ഷനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. വലിയൊരു സൗഭാഗ്യമായിട്ടാണ് ഈ ആപ്പ് ക്രിയേറ്റ് ചെയ്തവരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഒരുപടി പ്രത്യേകതകളുണ്ട്. ഇനി നമുക്ക് പ്ലേ ലിസ്റ്റുകൾ വേണമെങ്കിൽ തയ്യാറാക്കുവാനായിട്ട് പറ്റും. വീണ്ടും തിരിച്ചു പോയി കഴിയുമ്പോൾ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു വചനം സെലക്ട് ചെയ്തിട്ട് അതിന് വേണമെങ്കിൽ പ്ലേ ലിസ്റ്റിൽ നമുക്ക് കൊണ്ടിടുവാനായിട്ട് പറ്റും. നമുക്കൊന്ന് നോക്കാം. പ്ലേ ലിസ്റ്റ് ഇത് താഴെയാണ് വന്നിരിക്കുക. നമുക്കിഷ്ടമുള്ള ഒരു ഭാഗം സെലക്ട് ചെയ്തിട്ട്, ഞാനിവിടെ നേരത്തെ ഒരു സാം സെലക്ട് ചെയ്തിട്ടുള്ളതാണ് കാണുക. ഈ പ്ലേ ലിസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് എന്ത് വേണമെങ്കിലും അതിൽ കൊണ്ടിടാം. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരു സാം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കർത്താവ് എൻ്റെ ഇടയനാണ് 23-ാം സങ്കീർത്തനം. ആ സാം നിങ്ങൾ ഈ പ്ലേ ലിസ്റ്റ് കൊണ്ടിട്ടിട്ട് അങ്ങനെ വെക്കുക. അപ്പോൾ നിങ്ങളൊരു ഒന്ന് ചെറിയൊരു റെസ്റ്റ് എടുക്കുക. റെസ്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ ആഗ്രഹമാണ് ഈ സാം കേട്ടുകൊണ്ട് കിടന്നു. ഉടനെ ഈ 23-ാം സങ്കീർത്തനം വെച്ച് കഴിഞ്ഞിട്ട് അതൊരു 10 മിനിറ്റ് പ്ലേ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇടുക, റൊട്ടേറ്റ് ചെയ്യാവുന്ന രീതിയിൽ. അത് ഇട്ട് കഴിഞ്ഞാൽ 10 മിനിറ്റ് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അതങ്ങ് ഓഫായി പൊക്കോളും. അപ്പോൾ സുഖമായിട്ട് അത് കേട്ടുറങ്ങും. അങ്ങനെ പല സവിശേഷതകളുണ്ട്. ഇനി മറ്റൊരു വലിയ സവിശേഷതയാണ്, നിങ്ങൾക്കൊരു വചനത്തെ ഒരു പിക്ചറിലാക്കണേ വളരെ എളുപ്പമാണ്. ഒരു വചനം സെലക്ട് ചെയ്ത് ഒന്നാമത് നിങ്ങൾ അതിലൊന്ന് ഞെക്കിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ വചനം പിക്ചറിലാക്കി. അത് നമുക്ക് ഏത് ഭാഷയിൽ വേണമെങ്കിലും ആക്കാനായിട്ട് പറ്റും. വളരെ ഈസിയാണ്. നമുക്കതിന് ശേഷം അത് അയച്ചു കൊടുക്കുവാനായിട്ട് പറ്റും. അപ്പോൾ ഇതിന് ഒരുപടി പ്രത്യേകതയാണ്. ഞാൻ 1-2 പ്രത്യേകതകളെക്കുറിച്ച് പറഞ്ഞോളൂ. നിങ്ങളിതെല്ലാം ബൈബിൾ ഓൺ 24 hours ഉണ്ട്. ഇതെല്ലാം ഒന്ന് ഡൗൺലോഡ് ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് നിങ്ങളോടൊന്ന് അപേക്ഷിക്കുകയാണ്. ഈ പന്തക്കൊസ്താ തിരുനാളിന് ഒരുക്കമായിട്ട് നമ്മുടെ റിന്യൂവൽ റിട്രീറ്റ് സെൻ്ററിൽ, നമ്മുടെ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് 50 ദിവസത്തെ ഒരു ഒരുക്കം ഈ ബൈബിൾ ഓണിൽ നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. നമ്മുടെ ധ്യാന കേന്ദ്രത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന 5 ഭാഷകളിലും അത് നമുക്ക് അവൈലബിൾ. 5 ഭാഷകൾ മാത്രമല്ല, ഈ ബൈബിൾ ഓണിലുള്ള എല്ലാ ഭാഷകളിലും അത് കിട്ടും. 50 ദിവസത്തെ ഒരു വചനത്തിൻ്റെ ഒരു പാക്കേജ്. ഒരു ദിവസം ഒരു 3 അധ്യായം വെച്ച് ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് വായിക്കുകയോ കേൾക്കുകയോ ചെയ്യാം. പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ പന്തക്കൊസ്താ തിരുനാളിന് ഒരുക്കമായിട്ടുള്ള ആ രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുക. നിങ്ങൾക്കത് ഇഷ്ടമുള്ളപ്പോൾ കേൾക്കുവാനായിട്ട് സാധിക്കും. അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ബൈബിളോൺ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. പിന്നീട് ആ ലിങ്കിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിന് ഈ ഒരു പാക്കേജിൽ, പന്തക്കൊസ്താ തിരുനാൾ ഒരുക്കമായിട്ടുള്ള ഒരു പാക്കേജ്, വചനത്തിൻ്റെ ഒരു പാക്കേജിൽ നിങ്ങൾക്ക് കയറാൻ സാധിക്കും. ഒന്നിച്ച് നമുക്കൊരു 50 ദിവസം പന്തക്കൊസ്താ തിരുനാളിന് വേണ്ടി പ്രത്യേകമായിട്ട് ഒരുക്കാം. ഈ നമ്മൾ ഈ ഒരുക്കത്തിലേക്ക് നോക്കുമ്പോൾ, ഈ 50 ദിവസത്തെ പ്രത്യേകതകളിലേക്ക് നോക്കുമ്പോൾ 2 മാസം നീണ്ടു നിൽക്കുന്ന ഒരു വചന ശുശ്രൂഷയാണ്. ദിവസം ഒരു 3 ചാപ്റ്റർ, 10 മിനിറ്റ്. ഇത് നമ്മൾ പഴയ നിയമം പുതിയ നിയമമായിട്ട് ബൈബിളിൽ 33 ബുക്കുകളിൽ നിന്ന് നമ്മൾ എടുക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ നിന്ന് 10 ബുക്കുകളിൽ നിന്നും, അതുപോലെ പുതിയ നിയമത്തിൽ 23 ബുക്കുകളിൽ നിന്ന്, അങ്ങനെ 33 ബുക്കുകളിൽ നിന്നാണ് നമ്മൾ ഈ വചനഭാഗങ്ങൾ സെലക്ട് ചെയ്തിരിക്കുക. പന്തക്കൊസ്താ തിരുനാളിന് വേണ്ടിയുള്ള നല്ലൊരു ഒരുക്കത്തിൻ്റെ സമയമാണ്. നിങ്ങൾക്ക് നല്ലൊരു ഒരുക്കം പ്രത്യേകമായിട്ട് നേരുകയാണ്. അപ്പോൾ നമുക്ക് ഒന്ന് ചേർന്ന് കൈകോർത്ത് പന്തക്കൊസ്താ തിരുനാളിന് വേണ്ടി പ്രത്യേകമായിട്ട് ഒരുങ്ങാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മറക്കരുത്, ബൈബിൾ ഓൺ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു ദാനമാണ്. ഈ ദാനം ആവോളം ആസ്വദിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ബൈ.